സൂര്യ പറയും എന്നെയും കല്യാണം കഴിച്ച് ഒരു ക്യൂണിനെ പോലെ ജീവിക്കേണ്ട ആളായിരുന്നു. ഇതൊക്കെയാണ് കർമ്മ എന്ന് പറയുന്നത്. നിധി മറുപടിയൊന്നും പറയാൻ നിൽക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. റിസപ്ഷനിൽ പോയി പറയും HR മാനേജർ എന്ന് പറഞ്ഞിട്ട് അവിടെ വേറെ ഒരാളാണല്ലോ ഇരിക്കുന്നത്. അവർ പറയും അത് മാനേജറുടെ ഫ്രണ്ടാണ് മാഡം. നിധി പുറത്തോട്ട് വരുമ്പോൾ ശ്രുതി ചോദിക്കും എന്തായി ജോലി കിട്ടിയോ? നിധി ഒന്നും പറയുന്നില്ല. ശ്രുതി പറയും ജോലി കിട്ടിയപ്പോഴേക്കും നമ്മുടെയൊക്കെ മറന്നുപോയോ? ഓരോന്ന് പറഞ്ഞിങ്ങനെ നിധിയെ കളിയാക്കാണ്. നിധിയാണെങ്കിൽ വേഗം കാറിൽ കയറിയിരിക്കും. ശ്രുതി ചോദിക്കും എന്തായി ജോലി കിട്ടിയില്ലേ? നിധി പറയില്ല, അവിടെ ആ കങ്കാരുണ്ടായിരുന്നു, അയാൾ അപമാനിച്ച കാര്യം പറയും. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരും. ശ്രുതി വരും എന്നാൽ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് കാറിൽ നിന്ന് ഇറങ്ങാൻ നോക്കും. നിധി ശ്രുതിയെ അവിടെ തടഞ്ഞു. ശ്രുതി പറയും അവനെ വിട്ടാൽ ശരിയാവില്ല, അവനെ രണ്ട് പൊട്ടിക്കണം. നിധി വരും വേണ്ട, അതൊരു ഓഫീസാണ്, അവിടെ വെച്ച് എന്തെങ്കിലും ചെയ്താൽ പിന്നെ എനിക്ക് ഒരു ഇൻ്റർവ്യൂവിനും പോകാൻ കഴിയില്ല. ശ്രുതി വരും എന്നാൽ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം, അവൻ എപ്പോഴെങ്കിലും പുറത്തിറങ്ങുമല്ലോ. നിധി പറയും അതൊന്നും വേണ്ട, നമുക്ക് പോവാം. അവർ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിധിയാക്ക് ടെൻഷനായിട്ടിരിക്കുകയാണ്. ശ്രുതി പറയും താനത് വിട്, തനിക്ക് ഇതിനേക്കാളും നല്ലൊരു ജോലി കിട്ടും. നിധി പറയും പറയാൻ എളുപ്പമാണ്. ശ്രുതി ചോദിക്കും സുഭാഷ് ചേട്ടൻ്റെ കല്യാണം മുടങ്ങിയപ്പോൾ നിധി പറഞ്ഞില്ലേ ഇതിനേക്കാളും നല്ലൊരു ബന്ധം സുഭാഷ് ചേട്ടന് കിട്ടുമെന്ന്? അത് വെറുതെ പറഞ്ഞാണോ? അല്ലല്ലോ, ആത്മാർത്ഥമായിട്ട് പറഞ്ഞല്ലേ. അതുപോലെ തന്നെ ഇതും, നിധിക്ക് വലിയൊരു കമ്പനിയിൽ ജോലി കിട്ടും. നിധി പറയും ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ജോലി കിട്ടുമെന്നൊക്കെ ഉറപ്പ് പറഞ്ഞു പോയതാ, അവരൊക്കെ ഇനി എന്ത് വിചാരിക്കും? ശ്രുതി ചോദിക്കും നമ്മുടെ വീട്ടിലെ ആൾക്കാരോ? അവരൊന്നും വിചാരിക്കില്ല, ഞങ്ങൾ തോറ്റു വന്നവരാ, ഞങ്ങൾക്ക് തോൽവിയോ അപമാനമൊന്നും പുതിയതല്ല. ശ്രുതി ഓരോ ഫിലോസഫികളൊക്കെ ഇങ്ങനെ പറയാണ്. നിധിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സമാധാനം തോന്നും. ശ്രുതി പറയും ആ ഏറ്റു തുടങ്ങി. കാറൊരു ഭാഗത്ത് നിർത്തിയിട്ട് ശ്രുതി പറയും ഞാനിപ്പോൾ വരാം. നിധി ചോദിക്കും എങ്ങോട്ട് പോവാ? ശ്രുതി പറയും താനൊന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ഇപ്പോൾ വരാം. ശ്രുതി പോയിട്ട് ഒരു ചോക്ലേറ്റ് ബോക്സും വാങ്ങിച്ച് വരികയാണ്. നിധി ചോദിക്കും ഇതെന്തിനാ ചോക്ലേറ്റ്, തോറ്റതിനോ? ശ്രുതി പറയും നമ്മളെ തോൽവിയൊക്കെ നമ്മൾ ആഘോഷിക്കണം, അത് ഒരു ഊർജ്ജമാണ്. നിധി അത് വാങ്ങി അതിൽ നിന്ന് ചോക്ലേറ്റ് കഴിക്കും. ഒന്ന് ശ്രുതിക്ക് കൊടുക്കുമ്പോൾ ശ്രുതി പറയും എനിക്ക് വേണ്ട. അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തോമസ് ഏട്ടൻ ശ്രുതിയെ വിളിക്കും, ഒരു ഓട്ടോ ഉണ്ടായിരുന്നു എന്ന് പറയും. ശ്രുതി പറയും ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് എത്താം. നിധിയോട് പറയും എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, നിധി ഓട്ടോ വിളിച്ച് പോയിക്കോളൂ. നിധി പറയും അതിനെന്താ, ഞാൻ പോയിക്കോളാം. ശ്രുതി ജോലി സ്ഥലത്തേക്ക് ഒരു ഓട്ടോയിൽ പോവാണ്. അവിടെ നിന്ന് അയാളോട് പറയും ഞാൻ ട്രാഫിക്ക് കുടുങ്ങി കിടക്കായിരുന്നു, അതാ നേരം വൈകിയത്. അയാൾ പറയും അതൊന്നും കുഴപ്പമില്ല, നമുക്ക് പോവാം. ശ്രുതി അയാളെയും കൊണ്ട് ഒരു ഹോട്ടലിൻ്റെ മുന്നിലെത്താണ്. അവരൊരാളെ പിക്ക് ചെയ്യാൻ വന്നതായിരിക്കും. ആള് നിധിയുടെ അച്ഛനാണ്. ശ്രുതി അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഞെട്ടും. കാറിൽ കയറി കഴിയുമ്പോൾ നിധിയുടെ അച്ഛനെ ശ്രുതിക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. നിധിയുടെ അച്ഛൻ അയാളോട് ചോദിക്കും എന്തിനാ ഇങ്ങനെ ഡ്രൈവറോടൊക്കെ എൻ്റെ കാര്യം പറയുന്നത്? കല്യാൺ സുന്ദർ സാറ് പറയും അവനെ നമ്മുടെ പയ്യനാ, എൻ്റെ ഡ്രൈവർ ഇല്ലാത്തപ്പോൾ ഞാൻ അവനെ വിളിക്കാറ്. അവർ കാറിലെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ കല്യാൺ സാർ പറയും വാ ഇറങ്ങ്, നമുക്ക് പോയിട്ട് ഡിസ്കസ് ചെയ്യാം. നിധിയുടെ അച്ഛൻ പറയും ഇല്ല ഞാൻ ഇറങ്ങുന്നില്ല. കല്യാൺ സാർ ചോദിക്കും എന്താ, എൻ്റെ പ്രൊജക്റ്റ് ഇഷ്ടമായില്ലേ? നിധിയുടെ അച്ഛൻ പറയും ഇഷ്ടമായി, നമുക്ക് ചെയ്യാം, പക്ഷേ ഞാനിപ്പോൾ ഇറങ്ങുന്നില്ല, ഞാൻ തിരിച്ച് ഹോട്ടലിലേക്ക് പോട്ടെ. എങ്കിൽ സുധീഷ് നിന്നെ അങ്ങോട്ട് ആക്കി തരും. വേണ്ട, ഞാൻ ടാക്സി വിളിച്ച് പോയിക്കോളാം, അല്ലെങ്കിൽ എൻ്റെ ഡ്രൈവർ ഹോട്ടലുണ്ട്, ഇങ്ങോട്ട് വരാൻ പറയാം. പക്ഷേ കല്യാൺ സാറ് സമ്മതിക്കില്ല, സുധീഷ് നിന്നെ ആക്കി തരുമെന്ന് പറയും. അവർ തിരികെ യാത്ര പോകുമ്പോൾ സുധീഷ് ചോദിക്കും സുഖമാണോ? നിധിയുടെ അച്ഛൻ പറയും നീ വണ്ടി ഓടിക്കടാ തെമ്മാടി. സുധി പറയും ഞാനത്ര മോശം ആളൊന്നുമല്ല, കല്യാൺ സാറ് എന്നെ ഇരുത്തിക്കൊണ്ടാ ഇത്രയും വലിയ പ്രൊജക്റ്റിൻ്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്തത്. നിധിയുടെ അച്ഛൻ പറയും എട്ടും പൊട്ടും തിരിയാത്ത എൻ്റെ മോളെ കറക്കിയെടുത്തിട്ട് നീ നിന്ന് പ്രസംഗിക്കുന്നു. സുധി ഒരു ചിരിയോടെ പറയും നിങ്ങൾ 21 വർഷം വളർത്തി വലുതാക്കിയ ഒരു കുട്ടിയെ ഞാൻ 2 ഡയലോഗ് അടിച്ചുമ്പോൾ മയങ്ങി വീഴാനും വേണ്ടി നിങ്ങളുടെ മോളെന്താ അത്രയ്ക്ക് വീക്കാ? അത് കേൾക്കുമ്പോൾ നിധിയുടെ അച്ഛൻ ഒരു ദേഷ്യഭാവത്തിലെ സുധിയെ ഇങ്ങനെ നോക്കും.